മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജോബിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് പോലെ ജോബിനും അവൻ്റെ ഭവനത്തിനും അവൻ്റെ സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകിയ കർത്താവ് എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവരെയും നഴ്സസ് ടൈമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നാം എപ്പോൾ പ്രാർത്ഥിച്ചാലും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് നമ്മുടെ കുടുംബാംഗങ്ങളുടെ മുഖമാണല്ലേ. അവർക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് മറ്റു കാര്യങ്ങൾ നാം പ്രാർത്ഥിക്കാറുള്ളത്. കാരണം നമ്മുടെ കുടുംബം നമുക്കേറെ പ്രിയപ്പെട്ടതാണ്. അതിനേക്കാൾ ഉപരി ഈശോ നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുന്നു. കാരണം കുടുംബങ്ങളുടെ കുടുംബമാണ് തിരുസഭ. ഈശോയുടെ മണവാട്ടിയായ തിരുസഭയുടെ ഒരു ഭാഗമായ നമ്മുടെ കുടുംബത്തെ എത്ര വിശുദ്ധിയിലും സ്നേഹത്തിലുമാണ് നാം കാത്തു സൂക്ഷിക്കേണ്ടത്. പലപ്പോഴും നഴ്സുമാരായ നമ്മുടെ ഡ്യൂട്ടിയും തിരക്കുമൊക്കെ കാരണം നമ്മുടെ കുടുംബങ്ങളിലെ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകാറുണ്ട്. ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ കുടുംബത്തിൻ്റെ അനുഭവം നമുക്ക് ശ്രവിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 31-ാം തിരുവചനം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ തിരുവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കുവൈറ്റിലുള്ള സാൽമിയ നഴ്സസ് മിനിസ്ട്രിക്ക് വേണ്ടി വളരെയധികം തീഷ്ണതയോടുകൂടി പ്രവർത്തിക്കുന്ന സാജൻ ചേട്ടനെയും കുടുംബത്തെയുമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുവാനായി പോകുന്നത്. സാജൻ ചേട്ടൻ്റെ ഈ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ? പരിചയപ്പെടുത്താമല്ലോ. എൻ്റെ ഭാര്യ ലിനി, മൂത്ത മോൻ നിഖിൽ, മോള് നിമിഷ, എൻ്റെ ഇളയ മോന് നിതിൻ. ഇതാണ് ഞങ്ങളുടെ കുടുംബം. പാലക്കാടിനടുത്ത് മണ്ണാർക്കാടാണ് ഞങ്ങളുടെ സ്വദേശം. കുവൈറ്റിൽ ഏകദേശം 15 വർഷത്തോളമായി മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ജോലി ചെയ്യുന്നു. നമുക്കറിയാം, നമ്മുടെ ഈ കുവൈറ്റിൽ ഒത്തിരിയേറെ കുടുംബങ്ങൾ വളരെയധികം വിശ്വാസത്തിലും ഭക്തിയിലും ജീവിക്കുന്നുണ്ട്. എന്നിരുന്നാലും അവരുടെ ഇടയിൽ നിന്നും സാജൻ ചേട്ടനെയും കുടുംബത്തെയും കർത്താവ് പ്രത്യേകമായി തിരഞ്ഞെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സാജൻ ചേട്ടന് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും നഴ്സസ് മിനിസ്ട്രിയിലെ സുഹൃത്തുക്കൾ ഈ ഒരു ആവശ്യമായിട്ട് കടന്നു വന്നപ്പോൾ ഞാൻ ദൈവത്തോട് ഒത്തിരി പ്രാർത്ഥിച്ചു. ഒത്തിരി അയോഗ്യതകളുണ്ടായിട്ടും ദൈവഹിതം ഇവിടെ നിറവേറപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് തീക്ഷ്ണമായി ഞാൻ പ്രാർത്ഥിച്ചു. ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടിയുടെ ഇടയിൽ സമയം കിട്ടിയപ്പോഴൊക്കെ അതുതന്നെയാണ് പ്രാർത്ഥിച്ചത്. ഹൃദയം നിറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണെന്നുള്ള വചനം ഏറ്റു പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. ഡ്യൂട്ടി കഴിഞ്ഞ് വണ്ടിയുടെ അടുത്തേക്ക് നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഇടത് കാലിന് ശക്തമായ വേദന. ആ വേദന സഹിച്ചുകൊണ്ട് വണ്ടിയിൽ വന്നിരുന്നു. പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഉള്ളിൽ നിന്നൊരു ബോധ്യം വരുന്നു, ഇത് നിനക്കുള്ള അടയാളമാണ് എന്ന്. അപ്പോൾ തന്നെ ഞാൻ തീരുമാനമെടുത്തു, ഇത് ദൈവത്തിൻ്റെ അടയാളമാണെങ്കിൽ ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റും ഈ വേദനയ്ക്ക് വേണ്ടി എടുക്കുകയില്ല. തുടർന്ന് അന്ന് തന്നെ സാൽമിയ ദേവാലയത്തിലെ ആരാധനയിൽ, ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുക്കുകയുണ്ടായി. ആരാധനാ സമയത്ത് കഷ്ടപ്പെടാണെങ്കിൽ ഞാൻ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ആരാധന തീർന്നപ്പോൾ എൻ്റെ ഈശോ എനിക്ക് സൗഖ്യം തന്നു. അങ്ങനെ എന്നെ ബോധ്യപ്പെടുത്തുകയായിരുന്നു ദൈവത്തിൻ്റെ മഹത്വം എൻ്റെ കുടുംബത്തിലൂടെ വെളിപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെന്ന്. അങ്ങനെ വ്യക്തമായ ഒരു അടയാളത്തിലൂടെ സാജൻ ചേട്ടൻ്റെ സംശയം ദൂരീകരിച്ച ആ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ലിനി ചേച്ചി,
കർത്താവിനെ കൂടുതലായി അറിഞ്ഞതിന് ശേഷം കർത്താവിനോട് ഇനിയും കൂടുതലായി ചേർന്ന് നിൽക്കണം എന്നുള്ള ആ ഒരു ബോധ്യം എന്നു മുതലാണ് തോന്നി തുടങ്ങിയത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന് 33-ാം തിരുവചനം, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവരെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ പള്ളിയോട് ചേർന്നുള്ളൊരു വീടായിരുന്നു എൻ്റേത്. എൻ്റെ അച്ചാച്ചനും അമ്മയ്ക്കും 9 മക്കളിൽ ഇളയവളാണ് ഞാൻ. വീട്ടിലെ പ്രാർത്ഥനാ അന്തരീക്ഷവും സിസ്റ്റേഴ്സിൻ്റെ കോളേജിലും സിസ്റ്റേഴ്സിൻ്റെ നഴ്സിംഗ് സ്കൂളിലൊക്കെ പഠിക്കാൻ ഭാഗ്യം ലഭിച്ചതുമൂലം ക്രൈസ്തവ വിശ്വാസം വളർന്നു വരാൻ അത് ഒത്തിരി എന്നെ സഹായിച്ചു. അങ്ങനെയൊക്കെ ആയിരുന്നു എങ്കിലും എൻ്റെ ദൈവത്തോട് ഒരു പടി കൂടി അടുത്ത് ജീവിക്കണം എന്നുള്ള വലിയൊരു ബോധ്യം എനിക്കുണ്ടായത് കുവൈറ്റിൽ നടന്ന നിരവധി ധ്യാന ശുശ്രൂഷകളിലൂടെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നേഴ്സസ് മിനിസ്ട്രിയുടെ ആദ്യത്തെ കൺവെൻഷൻ കൂടുവാനിടയായി. അന്ന് എൻ്റെ ജീവിത പങ്കാളി നാട്ടിലായിരുന്നു. അന്ന് വരെ എൻ്റെ ഉള്ളിൽ ഞാനൊരു നേഴ്സായതിനെക്കുറിച്ച് ഞാൻ ദുഃഖിച്ചിരുന്നു. എൻ്റെ ഒരു വലിയ ആഗ്രഹം ഒരു ടീച്ചർ ആകണമെന്നുള്ളതായിരുന്നു. അന്നത്തെ വചന ശുശ്രൂഷയിൽ ഒരു വചനം എന്നെ സ്പർശിച്ചു. 1 കൊറിന്തോസ് 7:17, ദൈവത്തിൻ്റെ നിയോഗം അനുസരിച്ച് ഓരോരുത്തരും തങ്ങളുടെ ജീവിതം നയിക്കട്ടെ എന്ന്. ആ വചനം എന്നെ സ്പർശിച്ചത് മുതൽ ഞാൻ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെയോ ചെയ്യണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹം ഉള്ളിലുണ്ടായി. എന്നാൽ എനിക്കറിയാമായിരുന്നു എൻ്റെ കുടുംബം എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിനായി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആ വർഷം തന്നെ വേറെ ധ്യാനം കൂടുവാനിടയായി. ആരാധനയുടെ സമയത്ത് ജോഷുവയുടെ പുസ്തകം 24:15, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും എന്ന വചനം ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കുടുംബത്തെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം പിന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞത് എൻ്റെ ഒരു വലിയ തെളിവാണ് ഞാനിന്ന് എൻ്റെ ജീവിത പങ്കാളിയും കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ ഒരു സാക്ഷ്യത്തിനായിട്ട് ഇരിക്കുന്നത്. ആ ദൈവത്തിന് ഒത്തിരി ഞാൻ നന്ദി പറയുകയാണ്. ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ചേച്ചിയുടെ ഒരുപാട് പ്രാർത്ഥനകൾക്ക് ഉത്തരമായിട്ടാണ് സാജൻ ചേട്ടൻ ഈ മിനിസ്ട്രിയിലേക്ക് കടന്നു വന്നത്. അത് കുറച്ചുകൂടി വ്യക്തമാക്കാമോ സാജൻ ചേട്ടാ? അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ രസകരമായൊരു കഥ കൂടി പറയേണ്ടി വരും. ലിനിക്ക് അഹമ്മദിയിലെ നേഴ്സസ് മിനിസ്ട്രിയുടെ ഒരു മീറ്റിങ്ങിന് പങ്കെടുക്കേണ്ടിയിരുന്നു. അറേഞ്ച് ചെയ്തിരുന്ന വാഹനം സമയമായപ്പോൾ റെഡിയായില്ല. ഞാൻ അന്ന് ഫ്രീ ആയിരുന്നതുകൊണ്ട് എന്നെ നിർബന്ധിച്ചു. മനസ്സോടെ ഞാൻ കൊണ്ടയാക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അഹമ്മദിയിലെത്തുകയും ദേവാലയത്തിന് പുറത്ത് നിന്നിരുന്ന സമയത്ത് എന്നാൽ ഈ പ്രെയർ മീറ്റിങ്ങിൽ പങ്കെടുത്ത് കളയാമെന്ന് കരുതി ഞാൻ അകത്തേക്ക് കടന്നു വരികയുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രൈവറായിട്ടായിരുന്നു തുടക്കം. ആ പ്രാർത്ഥനയിൽ എന്നാൽ എന്നെ വലിയ ബോധ്യങ്ങളിലേക്ക് നയിച്ചു. ഒരു നേഴ്സ് അവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുകയും അതൊരു ശുശ്രൂഷയാക്കി മാറ്റുകയും ചെയ്തു കഴിഞ്ഞാൽ അത് അവന് തന്നെ വിശുദ്ധീകരണത്തിന് കാരണമാകുമെന്നും അതുപോലെ തന്നെ അവനവൻ്റെ കണ്ണിലെ തടിയാണ് ആദ്യം എടുക്കേണ്ടത്, കൂടാതെ മാറേണ്ടത് ഞാനാണ് എന്നൊക്കെയുള്ള വലിയ ബോധ്യങ്ങളിലേക്ക് ആ പ്രാർത്ഥന എന്നെ കൊണ്ടെത്തിച്ചു. കൂടാതെ 2 കോടിയിലധികം വരുന്ന നേഴ്സുമാർക്ക് വിശുദ്ധിയിലേക്കുള്ള ഈശോയുടെ ആ വിളിയിൽ എനിക്കും അർഹതയുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലേക്കും ആ പ്രാർത്ഥനയ്ക്ക് ശേഷം എനിക്ക് എത്തിച്ചേരുവാൻ സാധിച്ചു. തുടർന്ന് സാൽമിയയിലെ നേഴ്സസ് മിനിസ്ട്രിയുടെ നേതൃത്വത്തോട് ചേർന്ന് പ്രവർത്തിക്കാനും എനിക്ക് സാധിച്ചു. അപ്രതീക്ഷിതമായി ഒരു ഡ്രൈവറായി കടന്നു വന്നതാണെങ്കിലും നിങ്ങളുടെ ഈ കുടുംബം തീർച്ചയായും സാൽമിയ നേഴ്സസ് മിനിസ്ട്രിക്ക് വളരെയേറെ അനുഗ്രഹമാണ്. ലിനി ചേച്ചി, നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഒരുപാട് സന്ദർഭങ്ങളിൽ കർത്താവിൻ്റെ പ്രത്യേകമായ സ്നേഹവും പരിപാലനയും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടാകുമല്ലേ? ഏതെങ്കിലും ഒരു സംഭവം ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമോ? ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഭവിച്ചറിഞ്ഞ ഒത്തിരി നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. എന്നാൽ 10 വർഷം മുമ്പ് നടന്ന ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ മൂത്ത മകനുണ്ടായതിന് ശേഷം ഒരു മെഡിക്കൽ പ്രോബ്ലം ഒന്നുമില്ലാതെ തുടർച്ചയായി ഞാൻ പ്രഗ്നൻ്റ് ആവുകയും 3 പ്രാവശ്യം അത് അബോർഷൻ ആവുകയും ചെയ്തു. 3ാമത്തെ പ്രാവശ്യം അബോർഷനൊക്കെ കഴിഞ്ഞ് ഡിസ്ചാർജ് കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ
ഞങ്ങൾ ഒത്തിരി വിഷമിച്ചിരിക്കുകയായിരുന്നു. കാരണം ഞങ്ങൾ അതിന് രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി ഒത്തിരി ആഗ്രഹിച്ചിരുന്നൊരു സമയമായിരുന്നു അത്. അങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത വീട്ടിൽ വന്ന ഞങ്ങളുടെ ഇടവകയിൽ അച്ഛന് ആ കുടുംബത്തോട് ഇനി ഇവിടെ ആരെങ്കിലും കാത്തോലിക്കരുണ്ടോ എന്ന് ചോദിക്കുകയും അവിചാരിതമായി ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരികയും ചെയ്തു. അച്ഛൻ വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ അച്ഛനോട് ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം പറഞ്ഞു. അച്ഛൻ ഞങ്ങളെ ഒത്തിരി ആശ്വസിപ്പിക്കുകയും തീക്ഷ്ണമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത ശേഷം അച്ഛൻ കടന്നുപോയി. ഇനി ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, അതിനുശേഷം എനിക്ക് ദൈവം കൊണ്ടൊരു അബോഷണമൊന്നും ഉണ്ടായില്ല. ദൈവം 2 മക്കളെ കൂടി തന്നെ ഞങ്ങൾ അനുഗ്രഹിച്ചു. പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് വലിയൊരു ബോധ്യത്തിലേക്ക് കടന്നു വന്നത്. ഓരോ വൈദികനും ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണല്ലോ, അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അന്നേരം ഓർക്കുക, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തകർച്ചയുടെ നിമിഷത്തിൽ എൻ്റെ ഈശോ തന്നെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരികയാണെന്ന് ചിന്തിക്കുമ്പോൾ, ഇപ്പോഴാണെങ്കിൽ അത് ഓർക്കുമ്പോൾ വലിയൊരു ആനന്ദം കൊണ്ടെന്ന് പറയുന്നൊരവസ്ഥയാണ്. അത് ഇപ്പോഴെനിക്ക് എന്നെ സംബന്ധിച്ചും എൻ്റെ കുടുംബത്തെ സംബന്ധിച്ചും ഒരു അത്ഭുതം പോലെ തോന്നുന്നു. ശരിയാണല്ലോ ഇനി ചേച്ചി. തീർച്ചയായിട്ടും നമ്മുടെ കൈപ്പേറിയ അനുഭവങ്ങളിൽ ദൈവത്തിൻ്റെ പ്രത്യേക സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങളിലൊന്നായിരിക്കും അതല്ലേ നിങ്ങൾക്ക്? നിഖിലേ, മോൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാനിപ്പോൾ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ. മോന് പ്രാർത്ഥിക്കാറൊക്കെ ഇല്ലേ? ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതുമാത്രമല്ല, ഞാൻ ഓൾഡർ ബോയ് ആണ് പള്ളിയിൽ. അതെ. നിഖിലിൻ്റെ ഈ പ്രായത്തിൽ തീർച്ചയായിട്ടും വളർന്നു വരികയാണ്. തീർച്ചയായിട്ടും അപ്പനെയും അമ്മേനെയും കൂടെ ഉണ്ടാവണം, അവരുടെ സ്നേഹം കൂടുതൽ അനുഭവിച്ചറിയണം എന്നൊക്കെയുള്ള ചിന്ത കാണുമല്ലേ? അത് ആഗ്രഹിക്കാതെ ആരും ഇല്ല. എന്നിരുന്നാലും അപ്പയ്ക്കും അമ്മയ്ക്കും അറിയാം ഒരുപാട് തിരക്കാണ്. നെസസ് മിനിസ്ട്രിയുടെ പ്രേയറിന് പോകണം, കൂട്ടായ്മകൾക്ക് പോകണം. അപ്പോൾ വീട്ടിലധിക സമയം ഉണ്ടാവാറില്ല. അപ്പോൾ ഈ അധിക സമയം ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കുറവ് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഒരു കുറവ് ഇതുവരെ ഒന്നും തോന്നിയിട്ടില്ല. കാരണം അപ്പയും അമ്മയും പോകുന്നത് ദൈവത്തിനെ സേവിക്കാനാണ്. അത് എന്ത് പറഞ്ഞാലും ഒരു അനുഗ്രഹമേ ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടുള്ളൂ. ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുന്നത്, ഞാനിപ്പം 9th സ്റ്റാൻഡേർഡിലാണ്. 9th സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഹയർ ക്ലാസ്സാണ്. ഈ ഹയർ ക്ലാസ്സിലോട്ട് പോകുമ്പോൾ എല്ലാ പിള്ളേരും ട്യൂഷൻസും ട്യൂഷന് പുറകിലായിരിക്കും മിക്ക പിള്ളേരും നടക്കുന്നത്. അന്നേരം എനിക്ക് എന്തായാലും ദൈവകൃപ കാരണം ട്യൂഷൻ ഇതുവരെ പോകേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ അത് അപ്പയുടെ അമ്മയുടെയും ഈ പ്രാർത്ഥന കാരണമാണ് ഞാൻ വിശ്വസിക്കുന്നു. അതെ, അത് കുറവല്ല, ദൈവം നേട്ടമായിട്ട് തിരിച്ചു തന്നു എന്ന് വിശ്വസിക്കുന്നു അല്ലേ? വളരെ നല്ല കാര്യം. നിമിഷ, മോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4ാം ക്ലാസ്സിൽ. മോളിപ്പോൾ ആദ്യ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അതെ. എന്നാണ് ആദ്യ കുർബാന? ഏപ്രിൽ 29. മോള് പ്രാർത്ഥിക്കാറൊക്കെ ഇല്ലേ? ഉണ്ട്. പള്ളിയിൽ പോവാറുണ്ട്. മോൾക്ക് ഏത് പ്രാർത്ഥനയാണ് കൂടുതൽ ഇഷ്ടം? കുർബാനയിലും ആരാധനയിലും പങ്കെടുക്കുന്നത് എനിക്കിഷ്ടം. ആരാധനയിൽ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കും. കരഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള ദൈവം കൃപ നൽകിയിട്ടുണ്ടല്ലേ? അതെ. നിതിൻകുട്ടൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 2ല്. നിതിൻകുട്ടൻ പ്രാർത്ഥിക്കാറില്ലേ? അതെ. എപ്പോഴൊക്കെയാണ് പ്രാർത്ഥിക്കാറ്? പഠിക്കുന്ന മുന്നേ, കഴിക്കുന്ന മുന്നേ, ഉറങ്ങുന്ന മുന്നേ, സ്കൂളിൽ പോകുന്ന മുന്നേ. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എങ്ങനെയാണ് പ്രാർത്ഥിക്കാറ്? ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥന അല്ലേ? ഒന്ന് പ്രാർത്ഥിക്കാമോ? Pray to the Holy Spirit, come Holy Spirit, and fill the hearts of the faithful, and kindle in them the fire of your divine love. Send forth your Spirit, and they shall be created, and you shall renew the face of the earth. O God, who by the light of the Holy Spirit instruct the heart of the faithful, grant that by the same Spirit we may truly pass and ever rejoice in His consolation. We ask this through Christ our Lord. Amen. ആമേൻ. സാഞ്ചേട്ടാ, ലിനി ചേച്ചി, ദൈവാനുഭവത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിലാവട്ടെ ജോലിപരമായ മേഖലയിലാവട്ടെ, ഒരുപാട് മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം അല്ലേ? നിങ്ങളുടെ ആ ജീവിതത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ? പറയാമല്ലോ. ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ വ്യക്തിപരമായും എൻ്റെ ജോലി മേഖലയുടെയും ദൈവം തന്നിട്ടുണ്ട്. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഞാൻ മദ്യപിക്കുന്ന ആളായിരുന്നു. ഡെയിലി മദ്യപിക്കുന്നില്ലെങ്കിലും സുഹൃത്തുക്കളുടെ കൂടെ മദ്യം എൻജോയ് ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ
ഈ നേഴ്സിംഗ് മിനിസ്ട്രിയിലോട്ട് കടന്നു വന്നതിന് ശേഷം ദൈവം എന്നോട് പ്രചോദിപ്പിക്കുന്നുണ്ടായിരുന്നു ഇത് തെറ്റാണെന്ന്. എന്നാൽ കൂട്ടുകാർ കൂടുമ്പോൾ ആ ഒരു കമ്പനി സേക്കിന് വേണ്ടി ചേരുന്ന ഒരു ശീലം തുടർന്നു വന്നു. എന്നാൽ പ്രാർത്ഥനയിൽ കുറച്ചുകൂടി ആഴപ്പെടുമ്പോൾ ഇത് വീണ്ടും ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഉണ്ടായി. അങ്ങനെ പുതിയ ബോധ്യങ്ങളിലേക്ക് ഈശോ എന്നെ കടത്തിവിട്ടു. ആർക്ക് വേണമെങ്കിലും കൂടെ ഇരിക്കുമ്പോൾ മദ്യപിക്കാൻ സാധിക്കും. എന്നാൽ അതിന് നോ എന്ന് പറയണമെങ്കിൽ ഒരു പ്രത്യേക ധൈര്യവും ചങ്കൂറ്റവും വേണം. അങ്ങനെ ഈശോ എനിക്ക് ധൈര്യം തന്നപ്പോൾ ഞാനത് എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചു. എന്നാൽ ഇങ്ങനെയുള്ള സമൂഹങ്ങളിൽ നിന്ന് തന്നെ എനിക്കതിന് ഈശോ എനിക്ക് അത് വിലയുണ്ടെന്ന് കാണിച്ചു തരികയും ചെയ്തു. ഒരിക്കൽ കുറച്ച് സുഹൃത്തുക്കൾ അവരുടെ സംസാരത്തിനിടയിൽ അവർ മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കും ആ മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടിയിരുന്നു. അതിനിടയിൽ ഒരു തർക്കമുണ്ടായപ്പോൾ അവർ പരസ്പരം പറയുകയാണ്, നിങ്ങളാരും അതിന് ഉത്തരം പറയണ്ട, ഈ മദ്യപിക്കാത്ത ഈ ചേട്ടൻ അതിന് ഉത്തരം പറയട്ടെ. അങ്ങനെ മദ്യപിക്കാത്തവർക്ക് വിലയുണ്ടെന്ന് അവരുടെ ഇടയിൽ നിന്ന് തന്നെ അവരിലൂടെ തന്നെ ഈശോ എനിക്ക് വ്യക്തമാക്കി തരികയായിരുന്നു. എന്നെ ഒത്തിരി സ്പർശിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ ജീവിതത്തിലും ഒത്തിരി മാറ്റങ്ങൾ ഈശോ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നു. പ്രത്യേകിച്ച് അടുത്ത ദിവസം നടന്ന ഒരു സംഭവം തന്നെ പറയുകയാണെങ്കിൽ, വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗി ശ്വാസകോശ സംബന്ധമായ അസുഖം കാരണം സാധാരണ രീതിയിൽ ശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് ശ്വസിക്കുന്നത്. അങ്ങനെയുള്ള രോഗികൾക്ക് മരുന്നുകൾ കൊടുക്കാറുണ്ട്. അവർക്ക് ആവശ്യമായ പരിചരണങ്ങളെല്ലാം നഴ്സസ് കൊടുക്കണം. ആ ട്യൂബ് അവരുടെ ശ്വാസകോശത്തിൽ നിറയുന്ന കഫവും എല്ലാം ട്യൂബ് വഴിയാണ് നമ്മൾ പുറത്തെടുക്കുന്നത്. ആ രോഗിയെ എൻ്റെ കൈകളിലേക്ക് തരുമ്പോൾ ചുരുക്കത്തിൽ അവർ പറഞ്ഞു, പ്രശ്നക്കാരാണ്, സെഡേഷൻ ഉണ്ടെങ്കിലും വളരെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ട്യൂബുകളെല്ലാം വലിച്ചു പറിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അടങ്ങി കിടക്കുന്നില്ല, ഇതിൽ കൂടുതൽ സെഡേഷൻ കൊടുക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു അവസ്ഥയാണ്. ആ ട്യൂബ് അവരുടെ ശ്വാസകോശത്തിലുള്ള സെക്രീഷൻസ് എടുക്കുന്ന പ്രക്രിയയായ സക്ഷനിങ് ഹെവി മെഡിസിൻസ് കൊടുക്കാതെ പോലും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയൊരു രോഗിയെക്കുറിച്ച് അങ്ങനെയൊരു വിവരണം എനിക്ക് ആദ്യം കിട്ടുന്നത്. പിന്നീട് രോഗിയുടെ അടുത്തേക്ക് പോവുകയും കൂടുതലായിട്ടുള്ള വിവരങ്ങൾ കൈമാറുന്നതിനിടയിൽ രോഗി എന്തോ പറയാൻ ശ്രമിക്കുന്നു. ഞാൻ അങ്ങേരുടെ അടുത്ത് ചെന്നു. ട്യൂബ് വായിലുള്ളത് കാരണം സംസാരിക്കാൻ സാധിക്കുകയില്ല. കൈകൾ അഴിച്ചു കൊടുത്തു, രണ്ടും കൽപ്പിച്ച്. അങ്ങനെ അദ്ദേഹം പേനയും കടലാസും ആവശ്യപ്പെട്ടു. ഞാനത് കൊടുത്തപ്പോൾ അദ്ദേഹം എഴുതി തന്നത് താങ്ക് യു ഓൾ എന്ന് പറഞ്ഞ. ശരിക്കും ഞങ്ങളെ അത്ഭുതപ്പെടുത്തി കഴിഞ്ഞു. എല്ലാവരും രോഗിയെ അടക്കി കിടത്താൻ ശ്രമിക്കുമ്പോൾ ആ രോഗിയുടെ മനസ്സിൽ ഒരു നന്ദിയുടെ വാക്ക് പറയാനാണ് വെമ്പൽ കൊള്ളുന്നത്. തുടർന്ന് ആ രോഗിയുടെ അടുത്ത് നിൽക്കുകയും ആ ട്യൂബ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ആ മെഷീനും എല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം ആവശ്യമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അതിനുശേഷം 2 കൈകളുടെയും കെട്ടുകൾ അഴിച്ചു വിട്ടു. അദ്ദേഹം വളരെ സന്തോഷത്തോടെ സഹകരിച്ചു. ഒരു ക്യാനിലയോ ഒന്നും അദ്ദേഹം ടച്ച് ചെയ്തതുപോലുമില്ല. പിന്നീട് ഞാൻ സക്ഷന് വേണ്ടി ചെല്ലുമ്പോൾ അദ്ദേഹത്തോട് വിവരിച്ചു എങ്ങനെയാണ് കോപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന്. അതനുസരിച്ച്, കാരണം എനിക്കറിയാമായിരുന്നു ഈ സക്ഷനിങ് എന്ന് പറയുന്ന പ്രൊസീജിയർ എത്ര വേദനാജനകമാണെന്ന്. എന്നോടൊരു രോഗി പറഞ്ഞിട്ടുണ്ട്,
ഈ കഫമെടുക്കാൻ വേണ്ടി ഈ ട്യൂബ് ഉള്ളിലേക്ക് ഇടുമ്പോൾ കമ്പി കൊണ്ട് കുത്തുന്ന അതേ വേദനയാണ് ഫീൽ ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് ഓരോ പ്രാവശ്യവും ഈ ഒരു പ്രൊസീജിയറിന് വേണ്ടി ചെല്ലുമ്പോൾ ആ രോഗിയുടെ വാക്കുകൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ആ ഒരു വേദനയോടുകൂടി മാത്രമാണ് ഞാൻ എപ്പോഴും ആ ഒരു അത് മാക്സിമം കെയർ ചെയ്ത് തന്നെയാണ് ഞാൻ ആ പ്രൊസീജിയർ ചെയ്തിരുന്നത്. എൻ്റെ കൂടെയുള്ളവരോടും ഞാനത് എൻകറേജ് ചെയ്തിരുന്നു. അങ്ങനെ രോഗിയോട് വിശദീകരിച്ചതിന് ശേഷം മുമ്പ് ആ ദിവസം മുഴുവനും ഹെവി മയക്കുമരുന്നുകൾ കൊടുത്തതിന് ശേഷം മാത്രമാണ് ഈ പ്രൊസീജിയർ ചെയ്തിരുന്നതെങ്കിൽ യാതൊരു മരുന്നും കൊടുക്കാതെ ആ പേഷ്യൻ്റ് പൂർണ്ണ സഹകരണത്തോടെ ഞാൻ ആ പ്രൊസീജിയർ ചെയ്തു. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ രോഗി എന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ അടുത്തോട്ട് വിളിക്കുക. ഞാൻ അടുത്ത് ചെന്നപ്പോൾ 2 കൈയും എൻ്റെ തലയിൽ വെച്ച് അനുഗ്രഹിക്കുകയുണ്ടായി. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച, എനിക്ക് ഒത്തിരി സമാധാനം കിട്ടിയ എൻ്റെ ഒരു സമയമായിരുന്നു അത്. കാരണം നേഴ്സസ് മനസ്സിലാക്കുന്നത് പോലെ അല്ല, തീർച്ചയായിട്ടും രോഗികൾ നേഴ്സിനെ മനസ്സിലാക്കുന്നത് പോലും ആ സംഭവത്തിലൂടെ എന്നെ വ്യക്തമാക്കി തന്നു. സാഞ്ചേട്ടൻ പറഞ്ഞത് വളരെയധികം കറക്റ്റാണ്. കാരണം മരുന്ന് കൊടുക്കൽ മാത്രമല്ല നമ്മളുടെ ജോലി. അവർക്ക് വേണ്ടി ഒരല്പസമയം നമ്മൾ മാറ്റി വെച്ചാൽ അവർ നമ്മളോട് കാണിക്കുന്ന ആ സ്നേഹം പൂർണ്ണമായും മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയും. ലിനി ചേച്ചിയുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് നഴ്സിംഗ് ഫീൽഡിൽ. ചേച്ചിക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ നമ്മളോട് പറയുവാനായിട്ടുണ്ടോ? വ്യക്തി ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കൂടുതലായിട്ടും പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വചനം വായിക്കാനുള്ളൊരു വലിയ ദാഹമുണ്ട്. അതിലെല്ലാം ഉപരി കാരണം എൻ്റെ സമയത്തിൻ്റെ ഒരു ചെറിയ സമയം എൻ്റെ കർത്താവിന് കൊടുത്തപ്പോൾ കർത്താവ് എൻ്റെ കുടുംബത്തെ കരങ്ങളിലെടുക്കുന്നതായിട്ട് ഭയങ്കര ഫീൽ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ മക്കളെയും എൻ്റെ ജീവിത പങ്കാളിയെയും. ഉദാഹരണമായിട്ട് പറയാവുന്നത്, ആദ്യം ഞാൻ പണ്ടൊക്കെ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ വാർഡിലെ ടെൻഷനും തിരക്കെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് കയറി വരുമ്പോൾ വീട്ടിൽ അത് അലങ്കോലമായിട്ടൊക്കെ കിടക്കുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുമായിരുന്നു. എന്നാൽ ഇപ്പം എനിക്ക് അതൊക്കെ ക്ഷമിക്കാനൊക്കെ ഒന്ന് പറ്റുന്നുണ്ട്. കുറച്ചും കൂടി മീൻസ് ക്ഷമയോടെ കാര്യങ്ങളൊക്കെ എടുക്കാനും പിന്നെ ജോലി ഒരു ഭാരമല്ല എന്നുള്ളൊരു തോന്നലോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന ജോലി മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ രോഗികളിൽ മാത്രമല്ല അവരുടെ ബന്ധുക്കൾക്ക് നമുക്ക് ആശ്വാസം പകരാൻ പറ്റുമെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയൊരു സംഭവം ഈ അടുത്ത കാലത്തുണ്ടായി. ഞങ്ങളുടെ വാർഡിൽ ബ്ലഡ് ക്യാൻസറായിട്ട് ഒരു കുഞ്ഞ് അഡ്മിറ്റായി. ഒത്തിരി ഭയങ്കര പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ രണ്ടാമതും ബ്ലഡ് ക്യാൻസർ തിരിച്ചു ഒരു സംശയിച്ചിരിക്കുന്ന സമയത്ത് അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻസിന് വേണ്ടി കുഞ്ഞിൻ്റെ പപ്പയുടെയൊക്കെ സിഗ്നേച്ചർ വേണമായിരുന്നു. ഞാൻ അമ്മയോട് പപ്പ എന്തെന്ന് ചോദിച്ചപ്പോൾ അമ്മ ആദ്യം ഒന്നും പറയുന്നില്ല. അപ്പോൾ എനിക്ക് എന്തോ തോന്നി, എന്തോ പ്രശ്നമുള്ളതായിട്ട് തോന്നി. അപ്പോൾ ഞാൻ പിന്നെ കൂടുതലായിട്ട് അമ്മയോട് സംസാരിച്ചിന് വന്നപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു, സിസ്റ്ററെ പപ്പ വരില്ല, പപ്പ അവരുടെ രാജ്യത്ത് പോയിരിക്കുക. അപ്പോൾ ഞാൻ ഇത്രയും കുഞ്ഞ് ഇത്രയും അസുഖമായിട്ട് കിടക്കുമ്പോൾ നീ എന്താ അറിയിക്കാത്തേ എന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, ഞങ്ങൾ തമ്മിൽ പിരിയാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതെനിക്ക് ഒത്തിരി വേദനയെ, കാരണം ഓൾറെഡി കുഞ്ഞിന് 4 വയസ്സായ കുഞ്ഞ് ഞങ്ങൾ പറയുന്നതെല്ലാം കേട്ടോണ്ടിരിക്കുക. ഞാൻ അവരോട് പറഞ്ഞു, കുഞ്ഞിൻ്റെ മുന്നേ വെച്ച് ഇങ്ങനെയൊന്നും പറയരുത്. പിന്നെ എന്നെ പറ്റാവുന്ന രീതിയിൽ എൻ്റെ ക്രൈസ്തവ വിശ്വാസം നിന്നുകൊണ്ട്, കാരണം ആ ക്രൈസ്തവ ഒരു വിശ്വാസിയായിരുന്നു, ഒന്നിച്ച് ജീവിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ്, സാധ്യതകളും അതിൻ്റെ പ്രാധാന്യം എല്ലാം മനസ്സിലാക്കി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഞാനും പ്രാർത്ഥിക്കുക, നീയും പ്രാർത്ഥിക്കുക, ഒന്നും കൂടി നീ ചിന്തിക്കാനൊക്കെ പറഞ്ഞു. അന്ന് എൻ്റെ ജോലി കഴിഞ്ഞ് വീട്ടിൽ പോയി. ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ആ കുഞ്ഞിന് നോക്കുവാൻ എന്നെ ചുമതലപ്പെടുത്തി. അന്ന് ഞാൻ ആ റൂമിലോട്ട് ചെന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച, കുഞ്ഞിൻ്റെ പപ്പയും അമ്മയും ഒന്നിച്ച് കുഞ്ഞിൻ്റെ അടുത്തിരുന്ന് കുഞ്ഞിനോട് സ്നേഹത്തോടെ പെരുമാറുന്നതാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. എന്നാൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പിന്നെ ഒരു സംശയം, പിരിയാനായിട്ടിരുന്നവർ എങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനെ വർത്തമാനം പറയുന്നത്? അപ്പോൾ കൊച്ചിൻ്റെ പപ്പ ഇല്ലാത്ത സമയത്ത് ഞാൻ തന്നെ ചെന്ന് ഈ മകളോട് ചോദിച്ചു, ഇപ്പോൾ എന്താ പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ തീർന്നോ? അന്നേരം പറഞ്ഞു, സിസ്റ്ററെ ഞങ്ങൾ തീരുമാനിച്ചു, പിരിയണ്ട, ഞങ്ങൾ പിരിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞിനെ അത് ബാധിക്കും, അത് അവളുടെ അസുഖത്തിന് ഒന്നുകൂടി കൂട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒന്നുകൂടെ ഒന്നിച്ച് താമസിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതൊരു ബോധ്യം തന്നു. കാരണം
പലപ്പോഴും നമ്മൾ രോഗിയുടെ കാര്യത്തിൽ മാത്രം ശ്രദ്ധ വഹിക്കുന്നു, അവരുടെ കുടുംബത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാറേയില്ല. അവർ നമ്മളോട് ദേഷ്യപ്പെടുമ്പോഴൊക്കെ നമ്മളങ്ങ് ദേഷ്യത്തോടെയൊക്കെ പോരും. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായി നമുക്കും അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അത് പ്രത്യേകിച്ച് രോഗികളുടെ മാതാപിതാക്കന്മാർക്ക് നമ്മുടെ ഒരു ആശ്വാസമാണെന്നൊക്കെ ഒരു തോന്നലൊക്കെ ദൈവം തോന്നിപ്പിച്ചു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കുറച്ച് സമയം മാറ്റി വയ്ക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവമാണിത്, അല്ലേ? മരുന്ന് കൊടുക്കൽ മാത്രമാകുമ്പോൾ കിട്ടുന്നതല്ല. അല്ല, തീർച്ചയായും. ഈ ഒരു കുടുംബം കർത്താവിന് വേണ്ടി അവരുടെ വിലപ്പെട്ട സമയം നീക്കിവെച്ചപ്പോൾ കർത്താവ് അവരുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും ശുശ്രൂഷാ മേഖലയിലും വന്ന മാറ്റങ്ങളാണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ നമ്മുടെ ശുശ്രൂഷാ മേഖലയിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന ആ ദൈവരാജ്യം ഈ ഭൂമിയിൽ സമാഗതമാകും. നമുക്ക് ഓരോരുത്തർക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. 1 പത്രോസ് 5:6 ഇങ്ങനെ പറയുന്നു: ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ എല്ലാ ഉത്കണ്ഠകളും അവിടുത്തെ പരിപേൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ആമേൻ. വിശുദ്ധരാഗം വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ജോലി മേഖല മാത്രമല്ല, നമ്മുടെ കുടുംബവും വിശുദ്ധീകരിക്കപ്പെടണം. നമ്മുടെ കുഞ്ഞുങ്ങൾ അടുത്ത തലമുറയുടെ വെളിച്ചമായി മാറണം. അശുദ്ധിയുടെ ലോകത്തിലെ വിശുദ്ധിയുടെ വഴികാട്ടികളായി മാറണം. അതിനായി നമുക്കവരെ പരിശീലിപ്പിക്കാം. എപ്പോഴും ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോയുടെ ഇഷ്ടം മാത്രം ചെയ്യുവാൻ, ഈശോയെ വേദനിപ്പിക്കാതിരിക്കുവാൻ മാതാപിതാക്കളായ നമ്മുടെ മാതൃകയിലൂടെ നമുക്കവരെ പഠിപ്പിക്കാം. തിരുക്കുടുംബത്തിൻ്റെ പാലകനായ വിശുദ്ധ ഔസേ പിതാവേ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും പാലകനായിരിക്കണമേ. പരിശുദ്ധ അമ്മേ, ലോകം മുഴുവനുമുള്ള എല്ലാ നഴ്സസിനെയും അവരുടെ കുടുംബങ്ങളെയും അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.